الحمد لله رب العالمين. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وزكريا إذ نادى ربه رب لا تذرني فردا رب لا تذرني فردا وأنت خير الوارثين. فاستجبنا له ووهبنا له يحيى وأصلحنا له زوجا إنكم كانوا يسارعون في الخيرات ويدعوننا رغبا ورهبا وكانوا لنا خاشعين. والتي أحصنت فرجها فنفخنا فيها من روحنا وجعلناها وابنها آية للعالمين. إن هذه أمتكم أمة واحدة وأنا ربكم فاعبدون. وتقطعوا أمرهم بينكم كل إلينا راجعون. فمن يعمل من الصالحات وهو مؤمن فلا كفران لسعيه وإنا له كاتبون. وحرام على قرية أهلكناها أنكم لا يرجعون. صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മളൊക്കെ പഠിച്ച് പോറ്റിക്കൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഈ ദുനിയാവിൽ സുഖകരമായി ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും യഥേഷ്ടം ഒരുക്കിത്തന്ന റബ്ബുൽ ആലമീനായ പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ വാക്യങ്ങൾ, ആയത്തുകൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അവൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി പടച്ചറബിന് വഴിപ്പെട്ട് തഖ്വയോടുകൂടെ ജീവിക്കുവാനും നമ്മെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, നിൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ അത് മനസ്സിലാക്കുവാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഈ അധ്വാന പരിശ്രമങ്ങളെ നീ സ്വീകരിക്കണമേ നാഥ, വിജയിപ്പിക്കണമേ അല്ലാ. നിൻ്റെ വാക്യങ്ങൾ ശരിയായ രൂപത്തിൽ ഗ്രഹിക്കുവാൻ, അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ, അതിനനുസരിച്ച് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും, അങ്ങനെ നിൻ്റെ തൃപ്തി നേടി സച്ചരിതരായ ദാസന്മാരുടെ കൂടെ സ്വർഗത്തിൽ സമ്മേളിക്കുവാനും ഞങ്ങൾ നീ തുണക്കണമേ നാഥ.
വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി ഇവിടെ ഒത്തുചേർന്ന ഈ സദസ്സിനെ നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ അല്ലാഹ്. സൂറ അൽ അംബിയയിലെ ഏകദേശം അവസാന ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രവാചകന്മാരെ സംബന്ധിച്ചാണ്. ഈ സൂറത്തിലെ കുറേ പ്രവാചകന്മാരെ സംബന്ധിച്ച് പരാമർശം വന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് 2 പ്രവാചകന്മാരെ സംബന്ധിച്ച കാര്യമായിട്ട് സംസാരിച്ചത്. അതിലൊന്ന് അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. അദ്ദേഹം തനിക്ക് നേരിട്ട അതിഗുരുതരമായ ഒരു പരീക്ഷണം, രോഗം. ആ രോഗം അള്ളാഹു അദ്ദേഹത്തിന് നൽകി, അദ്ദേഹത്തെ പരീക്ഷിക്കുകയാണ്. അദ്ദേഹം തെറ്റ് ചെയ്തുകൊണ്ട് നൽകിയതല്ല. ഏറ്റവും നല്ല സച്ചരിതരായ ഒരു മനുഷ്യൻ, സമ്പന്നനായ വ്യക്തിയായിരുന്നു. അള്ളാഹു സമ്പത്തിൽ നിർവഹിക്കണമെന്ന് ആവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും വളരെ ഭംഗിയായി നിർവഹിച്ച ഉദാരമതിയായിരുന്നു അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിനാണ് രോഗം വന്നത്. ഗുരുതരമായ രോഗമാണ്. ആ രോഗത്തിൽ അദ്ദേഹം കൈക്കൊണ്ട ക്ഷമയും ആ രോഗത്തിൽ അദ്ദേഹം നടത്തിയ പ്രാർത്ഥനയും ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി. അന്നി മസ്സനിയ ദുർറു വ അൻത അർഹമുർ റഹീമീൻ. അതിശക്തമായ മനക്കരുത്ത്. രോഗം ഭയങ്കരമായിട്ട് വന്നാലും മനസ്സ് അല്പം പോലും തകർന്നിട്ടില്ല. കരുത്തോടുകൂടെ പറയുകയാണ്, അൻത അർഹമുർ റഹീമീൻ, ഏറ്റവും നന്നായിട്ട് കാരുണ്യം ചൊരിയുന്നവനാണ് നീ. എന്നൊരു ഇടങ്ങറ് ബാധിച്ചിട്ടുണ്ട്, ഇത്രേ പറയുന്നുള്ളൂ. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗം പൂർണ്ണമായും ശിഫയാക്കി കൊടുത്തു. നേരത്തെ നൽകിയതിനേക്കാൾ കൂടുതലായിട്ട് അദ്ദേഹത്തിന് അനുഗ്രഹം ചെയ്തു എന്നുകൂടി പറഞ്ഞു. അതുപോലെ മറ്റൊരു പ്രവാചകനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞത് ദുന്നൂൻ എന്ന പേരിൽ അറിയപ്പെടുന്ന യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച. പടച്ചറബിൻ്റെ കൽപ്പന എത്തുന്നതിന് മുന്നേ, അള്ളാഹുവിൻ്റെ കൽപ്പന കിട്ടുന്നതിന് മുമ്പേ സ്വന്തം പ്രബോധന ദൗത്യം ഏൽപ്പിക്കപ്പെട്ട നാട്ടിൽ നിന്ന് അദ്ദേഹം പോയി കളഞ്ഞു. അതിൻ്റെ പേരിൽ അദ്ദേഹം കടലിലേക്ക് എറിയപ്പെടുകയാണ്. മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ട അദ്ദേഹം സുരക്ഷിതനായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ആ സന്ദർഭത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രാർത്ഥന ശ്രദ്ധേയമാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ആ പ്രാർത്ഥന പടച്ചറബ് കേട്ടു. അങ്ങനെ അദ്ദേഹത്തെ വീണ്ടും തൻ്റെ സമൂഹത്തിലേക്ക് കൊണ്ടുവരികയാണ്. കൂടുതലായിട്ട് ആളുകളെ അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഈ 2 പ്രവാചകന്മാരെ സംബന്ധിച്ചാണ് വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത്. ഇനി ഇതാ ഇവിടെ മറ്റൊരു പ്രവാചകനെ പറയുകയാണ്, സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസക്കരിയ ഇദ് നാദാ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദാ വഅൻത ഖൈറുൽ വാരിസീൻ. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചാണ്. മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സൂറത്ത് മറിയമിൽ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് അല്പം പറഞ്ഞിട്ടുണ്ട്. അവിടെ ആ സൂറത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയെ അനുസ്മരിച്ചുകൊണ്ടാണ്. അത് അവിടെ പറഞ്ഞത് കാഫ് ഹാ യാ ഐൻ സ്വാദ് ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയൊക്കെ എടുത്തുദ്ധരിക്കുന്നുണ്ട്. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമ അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല. അങ്ങനെ മക്കളില്ലാത്ത പ്രവാചകനായ സക്കരിയ കുറേ കാലം പ്രാർത്ഥിച്ചു. അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ അങ്ങേയറ്റം പ്രായമായ അവസ്ഥയിലാണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന അള്ളാഹു കേട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നോക്ക്, ഈ ആയത്തിൽ പറയുന്നത് വ സക്കരിയ, വാവ് നേരത്തെ വ നൂഹൻ വ ഇബ്രാഹിമ വ ലൂത്തൻ എന്നൊക്കെ വന്നിട്ടുണ്ട്. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമക്കും നാം അനുഗ്രഹം ചെയ്തു. അദ്ദേഹത്തിനും നാം ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് നാദ ഉണ്ടോ, നേരത്തെ പറഞ്ഞു അയ്യൂബ് നബി നാദ എന്ന് പറയുന്നുണ്ട് അല്ലേ, എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുകയാണ്, വിളിക്കുകയാണ്. അതുപോലെ ദുന്നൂൻ യൂനുസിനെ സംബന്ധിച്ച് പറയുമ്പോഴും നാദ എന്ന് പറഞ്ഞിട്ടുണ്ട്. നാദ എന്ന് പറഞ്ഞാൽ വിളിക്കുക. ഇവിടെ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം ഇത് നാദ റബ്ബഹു, അദ്ദേഹം തൻ്റെ റബ്ബിനെ വിളിച്ചപ്പോൾ, റബ്ബിനെ വിളിക്കുകയാണ് എന്ന് പറഞ്ഞാൽ റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോൾ എന്താ പറഞ്ഞത്? റബ്ബി ലാ തദർനി ഫർദാ, എൻ്റെ റബ്ബേ, ലാ തദർനി, എന്നെ നീ വിട്ടേക്കരുത്, ഉപേക്ഷിക്കരുത്. ഫർദ, ഫർദ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് എന്നർത്ഥം. മുഫ്രദ് നമുക്ക് പറയാം, ജംഉ മുഫ്രദ് എന്ന് പറയും. ജംഉ എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്, സിംഗുലർ ആകുമ്പോൾ മുഫ്രദ് എന്ന് പറയും.
ഫർദ് വ്യക്തിയാണ്, ഒറ്റക്ക്. എന്നെ ഒറ്റയായിട്ട് വിട്ടേക്കരുത് എന്നാണ് പ്രാർത്ഥന. വ അൻത ഖൈറുൽ വാരിസീൻ, നീ ആവട്ടെ, വാരിസ് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശി എന്നാണ് അർത്ഥം. ഖൈറുൽ വാരിസീൻ, അനന്തരാവകാശികളിൽ ഏറ്റവും നല്ലവൻ നീയല്ലോ എന്നാണ് പ്രാർത്ഥന. പ്രാർത്ഥന ഒന്നുകൂടി നോക്ക്. വ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയും നാം അനുഗ്രഹിച്ചു. ഇദ് നാദ റബ്ബഹു, അദ്ദേഹം തൻ്റെ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം ഓർക്കുക. റബ്ബി, എൻ്റെ റബ്ബേ, ലാ തദർനി ഫർദ, എന്നെ നീ ഒറ്റയ്ക്ക് വിട്ടേക്കരുത്. എന്താ ഒറ്റയ്ക്ക് വിട്ടേക്കരുതെന്ന് പറഞ്ഞാൽ എനിക്ക് മക്കളെ വേണമെന്നാണ് പറയുന്നത്. എന്നെ ഒറ്റയ്ക്ക് വിട്ടേക്കരുത്. മക്കളെ വേണം എന്ന് പറഞ്ഞാൽ എന്തോ മക്കളെ തരാനല്ല. അത് സൂറത്ത് മറിയമിൽ പറയും, യരിസുനി വ യരിസു മിൻ ആലി യഅഖൂബ വജഅൽഹു റബ്ബി റദിയ്യ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അവിടെ കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നെയും യഅഖൂബ് കുടുംബത്തെയും അനന്തരമെടുക്കുന്ന, നിൻ്റെ തൃപ്തി നേടുന്ന നല്ലൊരു അനന്തരാവകാശി എനിക്ക് നൽകണം. സ്വത്ത് പോയി പോകുമെന്ന് പേടിച്ചിട്ടല്ല പ്രാർത്ഥന. വേറെ വൈക്കായി പോകുമല്ലോ സ്വത്ത് എന്ന് വിചാരിച്ചിട്ടുള്ള പ്രാർത്ഥന അല്ല ഇത്. തൻ്റെ കാലശേഷം കുടുംബത്തെ നോക്കാൻ ആൾ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ഈ പ്രാർത്ഥന തനിക്ക് ശേഷം ഈ ദൗത്യം, ഏതാ ദൗത്യം? ഇഖാമത്തുദ്ദീനാണ്. ഈ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യം, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിലക്കുന്ന ഈ ദൗത്യം, അതുപോലെ അവിടെ ഇസ്രായേലിയർക്ക് പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ദൗത്യമൊക്കെ നടത്താൻ പറ്റുന്ന നല്ലൊരു മകനെ എനിക്ക് നൽകണം. ഇതാ പ്രാർത്ഥന. എന്നെ ഫർദ്, എന്നെ അബുത്തറാക്കരുത് എന്ന് വേണേൽ പറയാം, കുറ്റിയറ്റവനാക്കുക, അങ്ങനെയല്ല പ്രാർത്ഥിച്ചത്. അതിനാരും മതി, ഒരു കുട്ടി ഉണ്ടാച്ചാൽ മതി. അതല്ല വേണ്ടത്. ആദർശത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് പിൻബലമേകുന്ന, ഈ ധാർമ്മിക ഉപദേശങ്ങൾ എന്നെ തുടർന്ന് നടത്താൻ കഴിയുന്ന ഒരു പിന്തുടർച്ചക്കാരൻ എനിക്കുണ്ടാവണം, ഒരു വാരിസ് എനിക്കുണ്ടാവണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. ലാ തദർനി ഫർദ വ അൻത ഖൈറുൽ വാരിസീൻ. ഈ പ്രാർത്ഥന അദ്ദേഹം നടത്തുന്ന എപ്പോഴാണ്? അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാഫ് ഹാ യാ ഐൻ സ്വാദ്. ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا يرثني ويرث من آل يعقوب واجعله ربي رضيا. ആദ്യത്തെ 6 ആയത്തുകളിലായിട്ട് അത് പറയുന്നുണ്ട്. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്. ഇതാ ആളുകൾക്ക് തൻ്റെ ദാസനായ സക്കരിയയെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുക, അദ്ദേഹത്തിന് അള്ളാഹു ചെയ്ത അനുഗ്രഹത്തെ സ്മരിക്കുക എന്ന് പറയാണ്. തൻ്റെ റബ്ബിനെ അദ്ദേഹം പതുക്കെ വിളിച്ചു. നിദാഅൻ ഖഫിയ എന്ന രഹസ്യമായ പ്രാർത്ഥനയാണ്. എന്താ പറയുന്നത്? റബ്ബി ഇന്നി വഹനൽ ആളുമു മിന്നി വഷ്തഅല റഅസു ശൈബ. ഒരു വൃദ്ധൻ്റെ പ്രാർത്ഥനയാണ്. അദ്ദേഹം പറയാണ്, പടച്ച റബ്ബേ, എൻ്റെ എല്ലുകളൊക്കെ ദുർബലമായിട്ടുണ്ട്. വയസ്സായി കഴിഞ്ഞാൽ പിന്നെ വേഗം വീണാലൊക്കെ വേഗം പൊട്ടിപ്പോവും. വഹനൽ ആളുമു മിന്നി, എല്ല് ദുർബലമാണ്. വഷ്തഅല റഅസു ശൈബ, എൻ്റെ തലയൊക്കെ നരയാൽ ശരിക്കും ഇങ്ങനെ ആകെ വെളുത്തു പോയിട്ടുണ്ട്, വെളുത്തുള്ളി പോലെ ആയിപ്പോയിട്ടുണ്ട് തല. വഷ്തഅല റഅസു ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയ. ഇതാണ് പ്രാർത്ഥന. അദ്ദേഹം പറയാണ്, എന്നാലും നിന്നോടുള്ള പ്രാർത്ഥനയിൽ ഞാൻ ഇതുവരെ നിരാശനായിട്ടില്ല. എനിക്ക് വല്ലാതെ വയസ്സായിട്ടുണ്ട്, പക്ഷെ നീ എനിക്ക് നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വാർദ്ധക്യവും ആ ധാരണക്കില്ല. എൻ്റെ ആഗ്രഹം ആ യൗവനത്തോടു കൂടി നിൽക്കുക, നിന്നിലുള്ള എൻ്റെ ആഗ്രഹം അത് വലം അകും ബിദുആഇക റബ്ബി ശഖിയ. റബ്ബേ, നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇതുവരെ ശഖിയായിട്ടില്ല. എത്ര പ്രതീക്ഷ കൊടുക്കുന്നത് അറിയോ? وإني خفت الموالي من ورائي وكانت امرأتي عاقرة فهب لي من لدنك وليا.
എനിക്കൊരു പിൻഗാമിയെ നൽകണം. എൻ്റെ ഭാര്യയാവട്ടെ വന്ധ്യയാണ്, ഇന്നേ വരെ പ്രസവിച്ചിട്ടില്ല, കിഴവിയാണ്, വന്ധ്യയാണ്. അതുകൊണ്ട് നൽകണം എനിക്ക്. ഫഹബുലി മില്ലദുൻക വലിയ, നീ ഒരു സമ്മാനം എനിക്ക് നൽകുക. ഹബ്, ഹിബത്ത് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റിനാണ് പറയുക. ഒരു വലിയ എൻ്റെ ഒരു പിൻഗാമിയായിട്ട്, ഒരു രക്ഷകനായിട്ട്, അല്ലെങ്കിൽ എനിക്കൊരു കൈകാര്യകർത്താവായിട്ട് എനിക്കൊരു പിൻഗാമിയെ നൽകണം. യരിസുനി വ യരിസുമിൻ ആലി യഅഖൂബ വജഅൽഹു റബ്ബി റദിയ, എന്നെയും യഅഖൂബ് കുടുംബത്തൊക്കെ അനന്തരമെടുക്കുന്ന നിനക്കിഷ്ടപ്പെട്ട നല്ലൊരു മകനെ, ഒരു പുത്രനെ എനിക്ക് നീ അനന്തരാവകാശിയായി നൽകണം എന്നുള്ള ചോദ്യം. എന്നാ ചോദിക്കുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ 5 കൊല്ലത്തിനുള്ളിലല്ല, വൃദ്ധരായിട്ട്. ഇനി ആ പ്രായത്തിൽ ഒരാൾക്ക് ഒരു കുട്ടി ജനിക്കുക എന്നുള്ളത് അത്ഭുതകരമാണ്, അസംഭവ്യമാണ്. ആ പ്രായത്തിൽ ചോദിക്കുക പടച്ചവനോട്, നമുക്ക് ചോദിക്കാൻ തോന്നുമോ? ഇനിയിപ്പോൾ എന്ത് ചോദിക്കാനാ, ഇനിയിപ്പോൾ എന്ത് പറയാം, ഒന്നും നടക്കൂല എന്നൊക്കെ അല്ലേ പറയാം. പ്രാർത്ഥന ഇതാണ്. ആ പ്രാർത്ഥനയ്ക്ക് എന്താ അറിയോ? എൻ്റെ റബ്ബ് എന്തിനും കഴിവുള്ളവരാണ്. അതേ പ്രാർത്ഥനയാണ് നേരത്തെ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ഉദ്ധരിച്ചത്. യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം ആ സമുദ്രത്തിൻ്റെ ആഴിക്കടിയിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ ഉച്ചരിച്ചതും ഇനി രക്ഷപ്പെടില്ല എന്നല്ല, പടച്ച റബ്ബുണ്ട്, ലാ ഇലാഹ ഇല്ല അൻത, അവനല്ലാതെ നീ അല്ലാതെ മറ്റൊരു ഇലാഹില്ല, ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നാണ് പറഞ്ഞത്. ആ പ്രാർത്ഥനയാണ് ഇവിടെ ഉദ്ധരിച്ചത്. വസക്കരിയ, എന്നിട്ട് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമെ എടുത്തു പറയുകയാണ് അദ്ദേഹവും തൻ്റെ പ്രാർത്ഥന നടത്തിയ സന്ദർഭം എന്ന് പറഞ്ഞിട്ട് അവിടെ ഓർമ്മിപ്പിക്കുന്നു. ഇത് നാദാ റബ്ബഹു, തൻ്റെ റബ്ബിനെ അദ്ദേഹം അനുസ്മരിച്ച സന്ദർഭം എന്ന് പറഞ്ഞിട്ട് 89-ാമത്തെ ആയത്തിൽ അള്ളാഹു അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അള്ളാഹു കൊടുക്കുന്ന മറുപടി നോക്ക്. ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യാ വഅസ്ലഹ്നാ ലഹു സൗജഹു ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗബൻ വറഹബ വകാനൂ ലനാ ഖാശിഈൻ. അല്ലാഹു പറയാ ഫസ്തജബ്നാ ലഹു, നേരത്തെ അയ്യൂബ് നബിയോട് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇതാ നാം അദ്ദേഹത്തിന് ജവാബ് നൽകി, ഉത്തരം നൽകി, മറുപടി നൽകി. വവഹബ്നാ ലഹു യഹ്യ, അള്ളാഹുവിൻ്റെ പേരിടുക. വവഹബ്നാ ലഹു യഹ്യ, അങ്ങനെ നാം അദ്ദേഹത്തിന് യഹ്യയെ സമ്മാനിച്ചു, സക്കരിയയുടെ മകനായിട്ട് യഹ്യ. വഅസ്ലഹ്നാ ലഹു സൗജഹു, അസ്ലഹ്ന, അസ്ലഹ എന്ന് പറഞ്ഞാൽ നന്നാക്കുക എന്നാ. വഅസ്ലഹ്നാ ലഹു സൗജഹു, തൻ്റെ ഇണയെ അദ്ദേഹത്തിന് നന്നാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ പ്രസവിക്കാൻ പാകപ്പെടുത്തി കൊടുക്കുകയാണ്. വന്ധ്യയായ ഭാര്യയെ ഗർഭം ധരിക്കാനും പ്രസവിക്കാനും പാകമാക്കി. വഅസ്ലഹ്നാ ലഹു സൗജഹു ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. എന്താ ഇവരെല്ലാവരും യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിൽ ഏറെ മത്സരിച്ച് മുന്നേറുന്നവരാണ്. യുസാരിഊന, വേഗം കൂട്ടുന്നവരാണ്, ധൃതി കാണിക്കുന്നവരാണ്. വയദ്ഊനനാ, അവരെല്ലാവരും നമ്മോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. റഗബൻ വറഹബ, റഗബ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയാണ്. പടച്ചോൻ നൽകും, എന്തായാലും എൻ്റെ രോഗം മാറും, എനിക്ക് എന്തായാലും നൽകും, കുട്ടി ഉണ്ടാവും, ഏത് സമയത്താ? റഗബ്, പ്രതീക്ഷയോടുകൂടി. വറഹബ, ഭയത്തോടുകൂടെ. പ്രാർത്ഥനയ്ക്ക് ഉണ്ടാവേണ്ട 2 ഗുണങ്ങളായി പറയുന്നത്. അതുപോലെ ഖൗഫൻ വ തമഅ, വേറെ സൂറത്ത് കാണാം, സൂറത്തു സജദ കാണാം. ഖൗഫൻ വ തമഅ, ഖൗഫ് എന്ന് പറഞ്ഞാൽ പേടിയാണ്, ഭയമാണ്. എന്താ പേടിക്കാനുള്ളത്? പടച്ചോനെ എൻ്റെ അടുത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ടോ, എനിക്ക് പുറത്തു തരണം, നിൻ്റെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു, ആ പേടിയാ. പ്രതീക്ഷ എന്താ? തമ, ആഗ്രഹിച്ചത്, ഞാൻ പറയുന്നത് നീ തരാൻ കഴിവുള്ളവനാണ്, എനിക്ക് കിട്ടും. തമഅ, ആഗ്രഹത്തോടുകൂടെ. അതുപോലെ തന്നെ ഭയത്തോടുകൂടെ. യദ്ഊനന റഗബൻ വറഹബ വകാനൂ ലനാ ഖാശിഈൻ. അത് മാത്രമല്ല, ഇവർ ഖുശൂ ഉള്ളവരാണ്, വിനയാന്വിതരാണ്. എന്താ ഖുശൂ ഇവിടെ? പ്രാർത്ഥിച്ചത് കിട്ടിയാൽ പിന്നെ അഹങ്കാരം കൂടുക ഇല്ല, കിട്ടാതിരുന്നാൽ നിരാശപ്പെടുക രണ്ടുമില്ല. പിന്നെന്താ? ഏത് അവസ്ഥയിലും പടച്ച റബ്ബിന് ഖുശൂ കാണിക്കുന്നവരാണ്. വകാനൂ ലനാ ഖാശിഈൻ. ഇതാണ് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2 ആയത്തുകളിൽ ഒക്കെ ഒതുക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ആയത്ത് ഒരുപക്ഷെ എല്ലാവർക്കും ബാധകം. നേരത്തെ പറഞ്ഞ പ്രവാചകന്മാരുടെ ഒക്കെ പ്രാർത്ഥന ഉണ്ടല്ലോ, അവരൊക്കെ പറ്റി പറയാം. എന്ത്? വയദ്ഊനനാ റഗബൻ വറഹബ, ഇവരെല്ലാവരും പ്രാർത്ഥിച്ചത്, അയ്യൂബ് നബിയും
യൂനുസ് നബിയും സക്കരിയ നബിയും ഒക്കെ പ്രാർത്ഥിച്ചത് എങ്ങനെയാ? റഗബ്, നല്ല പ്രതീക്ഷയോടുകൂടിയാ. പടച്ചോൻ തരും, സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് എൻ്റെ കരയിലെത്തിക്കും എൻ്റെ റബ്ബ്. എന്നെ ബാധിച്ച രോഗം എനിക്കെൻ്റെ റബ്ബ് മാറ്റിത്തരും. റഹബ്. വറഹബ, ഭയമുണ്ട്, പേടിയുണ്ട്. നാളെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഞാൻ ശിക്ഷിക്കപ്പെട്ടേക്കുമോ, ഇന്നിന്ന കുറ്റങ്ങളുടെ പേരിൽ എന്തെങ്കിലും കുറ്റം എന്നെ സംഭവിച്ചൊരു പേടിയുണ്ടാവും. ആ പേടിയോടുകൂടെ, പ്രതീക്ഷയോടുകൂടെ ഇവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നിവിടെ പറയുന്നു. വക്കാനു ലനാ ഖാശി, ഇവരെല്ലാവരും നമ്മളോട് വണക്കമുള്ളവരാണ്, ഖുശൂ ഉള്ളവരാണ്, വിനയാന്വിതരാണ്. ഇനി പ്രവാചകന്മാരെ പറ്റി പറഞ്ഞ ഉടനെ തന്നെ ഇതാ മഹദിയായ ഒരു സ്ത്രീയെ പരാമർശിക്കുകയാണ്. പേര് പറയുന്നില്ല. വല്ലതീ അഹ്സനത് ഫർജഹാ ഫനഫഖ്നാ ഫീഹാ മിർ റൂഹിനാ വജഅൽനാഹാ വബ്നഹാ ആയതൽ ലിൽ ആലമീൻ. സൂറത്തുൽ അംബിയയിൽ ഇതുവരെ ഇപ്പോൾ അവസാന ഭാഗത്ത് നമ്മൾ പറഞ്ഞതൊക്കെ പ്രവാചകന്മാരെ പറ്റിയിട്ടാണ്. ഇവിടെ 16 പ്രവാചകന്മാരെ പരാമർശിച്ചു. ഇപ്പോൾ അതിൽ മൂസ ഉണ്ട്, ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്, അങ്ങനെ വന്നിട്ട് ഇബ്രാഹിം, അതുപോലെ ഇസ്ഹാഖ്, യാക്കൂബ്, ലൂത്ത്, നൂഹ്, ദാവൂദ്, സുലൈമാൻ, ഇദ്രീസ്, ഇസ്മായിൽ, ദുൽകിഫൽ, അയ്യൂബ്, ദുന്നൂന്, ഇങ്ങനെ തുടങ്ങി 16 പേര്. സക്കരിയ, യഹ്യ, 16 പേരെ പറഞ്ഞു. ഇനിയിടതാ ഒരാളെ, ഒരു മഹദിയെ പറ്റി ഈ കൂട്ടത്തിൽ കൂട്ടി പറയുന്നു. നോക്ക്. വല്ലതീ അഹ്സനത് ഫർജഹാ, അങ്ങനെയാ ഖുർആൻ അവർ വിശേഷിപ്പിക്കുന്നത്. പേര് പറയുന്നില്ല. ചാരിത്ര വിശുദ്ധി കാത്തു സൂക്ഷിച്ചവൾ. വല്ലത്തി, അവൾ. ആരാത്? അഹ്സനത്. അഹ്സന എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റ് ചെയ്തു, ഗാർഡ്, സംരക്ഷിച്ചു നിർത്തി. ഫർജഹ, തൻ്റെ ഗുഹ്യാവയവത്തെ, തൻ്റെ ചാരിത്ര വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചവൾ. ഫനഫഖ്നാ ഫീഹാ മിർ റൂഹിന, അങ്ങനെ നഫഖ്നാ ഫീഹ, അവളിൽ നാം ഊതി. നഫഖ എന്ന് പറഞ്ഞാൽ ഊതുക എന്നർത്ഥം. മിർ റൂഹിന, നമ്മുടെ റൂഹ്, നമ്മുടെ ചൈതന്യത്തിൽ നിന്ന്. വജഅൽനാഹ വബ്നഹ, അങ്ങനെ അവളെയും അവളുടെ പുത്രനെയും നാം ആക്കി. ആയത്തല്ലിൽ ആലമീൻ, ലോകത്തെല്ലാവർക്കുമുള്ള ആയത്ത്, ദൃഷ്ടാന്തമാക്കി മാറ്റി. മറിയമിൻ്റെയും ഈസയുടെയും പേര് പറഞ്ഞിട്ടില്ല. വളരെ സുന്ദരമായ ഒരു വിശേഷണമാണ് പറഞ്ഞത്. കാരണം എന്താ അറിയോ? മറിയം ബീവിയെ അതിഗുരുതരമായ ആരോപണങ്ങൾ കൊണ്ട് നിരന്തരം പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന വിഭാഗമാണ് യഹൂദികൾ. അവള് ഇതാ ഭർത്താവില്ലാതെ ജാരസന്തതിക്ക് ജന്മം നൽകിയെന്ന് അവർ പറയാം. അവർ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമെ വല്ലാതെ കൊണ്ടു നടക്കുന്ന ക്രൈസ്തവർ പോലും പറയുന്നത് ജോസഫ് എന്ന തച്ചനോട് ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞു, പക്ഷേ അവർ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുത്തുന്നതിന് മുമ്പേ തന്നെ ഗർഭിണിയായി എന്നാണ് പറയുന്നത്. അങ്ങനെ വിവാഹ നിശ്ചയവും ഇല്ല, വേറെ ആളുമായിട്ട് ബന്ധത്തിലും ഏർപ്പെട്ടിട്ടില്ല. വല്ലത്തി അഹ്സനത് ഫർജഹ, തൻ്റെ ഗുഹ്യാവയവത്തെ ചാരിത്ര വിശുദ്ധി കാത്തു സൂക്ഷിച്ച മഹദി മറിയം. വീണ്ടും അത്രക്കും മതിയോ ഒരു പ്രയാസമാണ് അവർ. കാരണം ആരാ അവർ? അവരെ ആദ്യത്തെ ചരിത്രം സൂറത്ത് ആലു ഇമ്രാനിൽ വന്നിട്ടുണ്ട്. അവിടെ പറയുന്നുണ്ട് അവർ പള്ളിയിൽ വളർന്നവരാ, ഭക്തയാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നേർച്ച നേരപ്പെട്ട ആളാണ്. മാത്രമല്ല ഒരു പുരുഷനുമായിട്ടും അവർ ബന്ധം സ്ഥാപിച്ചിട്ടില്ല. അവരാണ് പടച്ചറബിൻ്റെ കൽപ്പന അനുസരിച്ച് ഗർഭിണിയാവുന്നത്. വല്ലത്തി, അവർ ഈ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന തന്നെ ഉത്ഭവിക്കുന്നത് എപ്പോഴാണെന്നറിയോ നിങ്ങൾ? കുട്ടിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് മറിയമിൻ്റെ സംരക്ഷണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആളാണ് സക്കരിയ. അങ്ങനെ മിഹ്റാബിൽ കഴിയുന്ന, പ്രാർത്ഥനാ മണ്ഡപത്തിൽ കഴിയുന്ന മറിയമിൻ്റെ അടുത്ത് സക്കരിയ പ്രവേശിക്കുമ്പോഴൊക്കെ അവിടെ നല്ല വിഭവങ്ങൾ കാണാൻ കഴിയും. കുല്ലമ ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹ എന്നല്ലാഹു പറയുന്നുണ്ട്. അവിടെ അടുത്ത് നല്ല വിഭവങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ സക്കരിയ ചോദിക്കും, ഇതെങ്ങനെയാണ് മറിയം നിനക്ക് കിട്ടിയത്? ആരെ കൊണ്ടു തന്നത്? ഹുവ മിൻ ഇൻദില്ലാ, ഇത് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നാണ്. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. പറയാണ് പടച്ച റബ്ബ് താൻ വിചാരിക്കുന്ന ആളുകൾക്ക് നമ്മൾ കണക്ക് കൂട്ടുന്ന പോലെ ഒന്നും അല്ല, ബിഗൈരി ഹിസ്, നമ്മുടെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്ത് നൽകും എന്നാണ് പറഞ്ഞത്.
ഹുനാലിക ദഅ സക്കരിയ, സൂറ ആൽ ഇംറാനിൽ പറയുകയാണ്, അവിടുന്ന് സക്കരിയ പ്രാർത്ഥിച്ചു, പടച്ച റബ്ബേ ഇന്നക സമീഉദ് ദുആ, നീ പ്രാർത്ഥന കേൾക്കും, എനിക്ക് മകനെ നൽകണം എന്ന്. അവിടെ ഓർമ്മിക്കേണ്ട സംഗതി. അപ്പോൾ മറിയമിന് ഇവിടെ പരാമർശിക്കുകയാണ്, വല്ലത്തി അഹ്സനത് ഫർജഹ ഫനഫഖ്നാ ഫീഹാ മിർ റൂഹിന, ചാരിത്രം കാത്തു സൂക്ഷിച്ച മഹദി, അവളിൽ നാം നമ്മുടെ ചൈതന്യം ഊതി, വജഅൽനാഹ വബ്നഹ, അങ്ങനെ അവളെയും ആ പുത്രനെയും അവളുടെ മകനെയും ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അവരെ നാം ആക്കി ആയത്തല്ലിൽ ആലമീൻ, ലോകർക്കുള്ള ദൃഷ്ടാന്തമാക്കി. ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈസയുടെ ജനനം തന്നെ ഒരു ദൃഷ്ടാന്തമാണ്. ഈസാ നബിയുടെ ജനനം, പിതാവില്ലാതെ ജനിക്കുക. 2, കുഞ്ഞായിരിക്കെ ശിശുവായിരിക്കെ സംസാരിക്കുക, തൊട്ടിൽ വെച്ച് സംസാരിക്കുക, വൃത്തിയിൽ പറയുക ഞാൻ അള്ളാഹുവിൻ്റെതാ. ആളുകളൊക്കെ ചുറ്റും കൂടിയിട്ട് മറിയമ്മിനെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് മറിയം ചൂണ്ടുകയാണ്, അഷാറത്ത് ഇലൈഹി, കുട്ടിയിലേക്ക് ചൂണ്ടിയപ്പോൾ കുട്ടി പറഞ്ഞു ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാണ് എന്ന് സംസാരിക്കുകയാണ്, കാര്യങ്ങളൊക്കെ പറയുന്നു. തൊട്ടിൽ വെച്ച് സംസാരിച്ച അത്ഭുതം. അദ്ദേഹത്തിന് പ്രവാചകത്വം കൊടുത്തിട്ട് അദ്ദേഹം കുരുടന്മാരെ, മാറാ രോഗികളെ സുഖപ്പെടുത്തുന്നുണ്ട്. മരിച്ച ആളുകൾക്ക് ജന്മം നൽകും, ഒക്കെ ഇതിനില്ല എന്ന് കാണാം, ജന്മം നൽകുന്നുണ്ട്. പറവകളുടെ രൂപം ഉണ്ടാക്കിയിട്ട് അതിൽ ജീവൻ നൽകുന്നു, അവക്ക് ജീവൻ നൽകുന്നുണ്ട്, ഒക്കെ ഇതിനില്ല എന്ന് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് അത്യത്ഭുതകരമായ പ്രവർത്തികളാണ്. അദ്ദേഹത്തിൻ്റെ മരണവും അത്ഭുതമാണ്. അദ്ദേഹത്തെ കൊന്നു എന്ന് ഇവരെല്ലാവരും പിടിച്ച് ക്രൂശിച്ചു എന്ന് യഹൂദികൾ പറയുന്നു, ക്രിസ്ത്യാനികൾ പറയുന്നു. പക്ഷേ ഇല്ല, വലാക്കിൻ ശുബ്ബിഹ ലഹും, അദ്ദേഹത്തിൻ്റെ മരണവും ഒരു അത്ഭുതമായ ദൃഷ്ടാന്തമാക്കി. ആയത്തല്ലിൽ ആലമീൻ, ലോകർക്കുള്ള ആയത്ത്. എന്നിട്ട് പറയാണ്, ഇതാ ഈ പ്രവാചകന്മാരെ പറ്റിയുള്ള സംസാരം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു മനോഹരമായ ഉപസംഹാര വാക്യം, ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മതൻ വാഹിദ വ അന റബ്ബുക്കും ഫഅ്ബുദൂൻ. കുറേ സമുദായങ്ങൾ എങ്ങനെ കാണാൻ കഴിയില്ലേ? ചില ആളുകൾ പറയും ഇന്ന മതം ഇയാൾ സ്ഥാപിച്ചതാണ്, ഇന്ന മതം മറ്റേ ആൾ സ്ഥാപിച്ചതാണ്. ചില പ്രവാചകന്മാരിലേക്ക് ചേർത്ത് പറയും, ക്രൈസ്തവത അത് ഈസാ നബിയുടേതാണ്, യൂദായിസം അത് മൂസാ നബിയുടെ എന്നൊക്കെ പറയും. അങ്ങനൊന്നും അല്ല, അങ്ങനെയല്ല. പിന്നെ എന്താ പറഞ്ഞത് അല്ലാഹു? ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ, നിശ്ചയമായും നിങ്ങളുടെ ഈ സമുദായം, ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ, ഒരൊറ്റ ജനതയാണ്, ഒരൊറ്റ സമുദായം. മാൻകൈൻഡാണ് പറയുന്നത്, മനുഷ്യ വംശത്തെ പറ്റി പറയുന്നത്. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മതൻ വാഹിദ, ഒരൊറ്റ സമുദായം. ഇത് ഒരൊറ്റ ദീനാണ്. അള്ളാഹു എല്ലാ പ്രവാചകന്മാരും, ഇവിടെ പറഞ്ഞ 16 പ്രവാചകന്മാരെ പറഞ്ഞു. സൂറ അൽ അൻആമിൽ 18 ആളുകൾ പറയുന്നുണ്ട്. മൊത്തം വിശുദ്ധ ഖുർആൻ നോക്കിയാൽ 25 പ്രവാചകന്മാരെടുത്ത് പറയുന്നുണ്ട്. ഓരോ പ്രവാചകന്മാരും ഓരോ മതം കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടില്ല, ശരിക്കും മനസ്സിലാക്കി വെക്കണം. അവരെല്ലാവരും കൊണ്ടുവന്നത് ഒരൊറ്റ ദീനാണ്, അത് അൽ ഇസ്ലാം. ഇന്ന ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുത്ത് ഒരൊറ്റ ആദർശ സംഹിതയാണുള്ളത്, അതിൻ്റെ പേരാണ് അൽ ഇസ്ലാം എന്നത്. അത് ആദം മുതൽ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ കൊണ്ടുവന്ന ഒരൊറ്റ ആദർശം. പറയാണ്, നിങ്ങളെല്ലാവരും ഒരൊറ്റ സമുദായമാണ്. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ വ അന റബ്ബുക്കും. മാൻകൈൻഡ് ഒന്ന്, മാനവ ജനത ഒന്ന്, നിങ്ങളുടെ റബ്ബ് ഒന്ന്. വ അന റബ്ബുക്കും, ഞാനാണ് നിങ്ങളുടെ റബ്ബ്. ഫഅ്ബുദൂൻ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വഴിപ്പെടണം. കുറേ റബ്ബുകൾ ഉണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞ് കേട്ടാൽ മതി, എൻ്റെ പാർട്ടി പറഞ്ഞ് കേട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കുറേ ആളുകളുണ്ട്. അള്ളാഹ് പറയാണ്, അന റബ്ബുക്കും, ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ്. നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകി നിങ്ങളെ പരിപാലിക്കുന്നവൻ ഞാനാണ്. അതുകൊണ്ട് ഫഅ്ബുദൂൻ, നിങ്ങൾ എനിക്ക് വഴിപ്പെടണം, എന്നെ വഴിപ്പെടാൻ പാടുള്ളൂ. ഇതാണ് തൗഹീദ് എന്ന് പറഞ്ഞത്. എന്നിട്ട് എന്താ സംഭവിച്ചത് നോക്ക്. അള്ളാഹു തുടർന്ന് പറയാണ്, വതഖത്തഉ അംറഹും ബൈനഹും കുല്ലുൻ ഇലൈനാ റാജിഊൻ. പിന്നെ എന്താ ഇങ്ങനെ ഓരോ മതങ്ങളും അതിനൊക്കെ ആചാര്യന്മാരും ആയി മാറിയത്? ഇവരാരും സ്ഥാപിച്ചിട്ടില്ല. ഈസാ നബി ഒരിക്കലും ക്രൈസ്തവ മതം സ്ഥാപിച്ചിട്ടില്ല. ഈസാ നബി പറഞ്ഞത് അള്ളാഹു ഏകനാണെന്നുള്ളതും
പരലോകമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്, സ്വർഗ നരകങ്ങളുണ്ട്, നിങ്ങളുടെ ചെയ്തികൾക്ക് മറുപടി പറയേണ്ടി വരുമെന്നുള്ള ശുദ്ധ തൗഹീദാണ് പറഞ്ഞത്. മൂസാ നബി ഒരിക്കലും യഹൂദ മതം സ്ഥാപിച്ചിട്ടില്ല, ജൂദായിസം ഉണ്ടാക്കാൻ വന്നതല്ല, ഇസ്ലാമാ പറഞ്ഞത്. പക്ഷെ പിന്നെ എന്താ സംഭവിച്ചു നോക്ക്. ഖുർആൻ പറയുന്നു വതഖത്തഉ അംറഹും. ഖത്അ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുക, മുറിക്കുക എന്നർത്ഥം. തഖത്തഉ അംറഹും, അവർ വിഭജിച്ച് കളഞ്ഞു, മുറിച്ച് കളഞ്ഞു, ഛേദിച്ച് കളഞ്ഞു. എന്ത്? അംറഹും, അവരുടെ കാര്യം. അവർക്ക് അള്ളാഹു നൽകിയ ഈ ദർശനം, ഈ കാര്യങ്ങൾ, ഈ കൽപ്പനകൾ അവർ മുറിച്ച് കളഞ്ഞു. ബൈനഹും, അവർക്കിടയിൽ. വതഖത്തഉ അംറഹും ബൈനഹും കുല്ലുൻ ഇലൈനാ റാജിഉൻ. അള്ളാഹ് പറയാണ് എല്ലാവരും നമ്മളുടെ അടുത്തേക്കാണ് മടങ്ങി വരിക. അപ്പം പറയും ആരാണ് യഥാർത്ഥ പാതയിൽ, ശരിയായ പാതയിൽ ആരാണ് എന്ന് അപ്പോൾ നാം അവരെ അറിയിക്കുമെന്ന് അള്ളാഹു പറയാണ്. കുല്ലുൻ ഇലൈന റാജിഉൻ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എന്തിൻ്റെ പേരിൽ അത് ഖുർആൻ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. വമഖ്തലഫ, അല്ലേ, ഇവരെന്തുകൊണ്ടാണ് ഭിന്നിച്ച് മാറിയത് എന്നതിനെ സംബന്ധിച്ച് അള്ളാഹു പറയും വമാ തഫറഖു ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗ്യൻ ബൈനഹും. എന്താ ഇങ്ങനെ ആയിപ്പോയത്? എത്രങ്ങാനും ജാതിയ, എത്ര മതങ്ങളാ, ഒന്നിൻ്റെ ഉള്ളിൽ തന്നെ നിരവധിയില്ലേ, എന്താ ഇങ്ങനെ ചിതറി മാറാൻ കാരണം എന്താണ്? അള്ളാഹു പറയാണ് വമാ തഫറഖു, ഇവർ ഭിന്നിച്ചിട്ടില്ല, ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു, വ്യക്തമായ വിജ്ഞാനം അവർക്ക് വന്നെത്തിയതിന് ശേഷം, ഈ പ്രവാചകന്മാരൊക്കെയും വന്ന് കാര്യങ്ങൾ ഉത്ബോധിപ്പിച്ചതിന് ശേഷവും ഇവർ ഭിന്നിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഭിന്നിച്ചത് ബഗ്യൻ ബൈനഹും, ഒറ്റ കാരണം കൊണ്ടാണ്. എന്താ കാരണം? അവർക്കിടയിലുള്ള ബഗ്യൻ ബൈനഹും, വൈരം, വെറുപ്പ്, സ്വാർത്ഥത, പല ജാതി താല്പര്യങ്ങളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഓരോരുത്തരും ഉണ്ടാക്കി വച്ചിരിക്കുന്ന മതമല്ലേ, അത് ഒരു വിഭാഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പടച്ചറബ് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ താഴ്ന്ന ജാതിക്കാരനില്ല, മേൽജാതിക്കാരനൊന്നുമില്ല. പക്ഷേ പിന്നീട് വന്ന മതങ്ങളിൽ വ്യത്യസ്തമായ വർണ്ണവ്യവസ്ഥ സൃഷ്ടിച്ചവർ, ചാതുർവർണ്ണയങ്ങൾ. എന്നിട്ട് ഒരു വിഭാഗം ഏറ്റവും ഉന്നതർ, ഉത്കൃഷ്ടർ, അവരെന്നെ ഉണ്ടാക്കി വെക്കുക. എന്തിനാന്ന് ചോദിച്ചാൽ മറ്റുള്ളവരെ മേൽ ആധിപത്യം ചമയാൻ വേണ്ടിയിട്ട്, മേധാവിത്വം ലഭിക്കാൻ വേണ്ടിയിട്ട്, വിഭവങ്ങൾ കൂടുതൽ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ഉണ്ടാക്കി വെച്ച ഒരു ഏർപ്പാട്. എന്ന് മാത്രമല്ല, പടച്ചറബ് കൃത്യമായൊരു ചിട്ടയും വ്യവസ്ഥയും എല്ലാവർക്കും നൽകിയിട്ടുണ്ടായിരുന്നു. അവരത് മാറ്റി മറിച്ചു, തങ്ങൾക്ക് അനുകൂലമായ രൂപത്തിൽ അതിനെ മാറ്റിയെടുത്തു, കൈകടത്തലുകൾ നടത്തി. അള്ളാഹുവിൻ്റെ ശരീഅത്തിൽ നോക്കുക, തഖത്തഉ അംറഹും ബൈനഹും, അവരിതാ അംറഹും ബൈനഹും, അവർക്കിടയിൽ കാര്യങ്ങളെ വിഭജിച്ചു, അല്ലെങ്കിൽ ഭിന്നിപ്പിച്ചു, അല്ലെങ്കിൽ ഛിന്ന ഭിന്നമാക്കി. കുല്ലുൻ ഇലൈനാ റാജിഊൻ, എല്ലാവരും നമ്മുടെ അടുത്തേക്കാണ് വരുന്നത്. എന്താ പറഞ്ഞ കാര്യം? ഒന്ന്, എല്ലാ പ്രവാചകന്മാരും വന്നത് ഓരോരോ മതങ്ങൾ വേറെ വേറെ ഉണ്ടാക്കാനല്ല. എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു അയച്ചത് ദീനുൽ ഇസ്ലാമിൻ്റെ സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ്. ശുദ്ധ ഇസ്ലാമാണ്, തൗഹീദാണ്. അവരാരും വേറെ മതം സ്ഥാപിച്ചിട്ടില്ല. പിന്നെ ആരാ? അതിൻ്റെ അനുയായികളായിട്ട് അറിയപ്പെട്ടവർ, ശേഷം വന്നവർ അതിനെ വിഭജിച്ചു എന്ന് മാത്രമല്ല, ഓരോ വിഭാഗത്തിനും ഓരോ മതമല്ല, ഒരു മതത്തിനുള്ളിൽ തന്നെ വിവിധ വിഭാഗങ്ങൾ പരസ്പരം കൊലവിളിയും കൊലപാതകവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു മതത്തിൻ്റെ തന്നെ ആളുകൾ. എന്താ കാരണം? ബഗ്യൻ ബൈനഹും, പല ജാതി താല്പര്യങ്ങളുണ്ട്. തങ്ങളുടെ മേധാവിത്വം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, തങ്ങൾക്ക് ചില ഭൗതികമായ നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പരസ്പരം കൊലവിളിയുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെ സംബന്ധിച്ച ഖുർആൻ പറഞ്ഞു തഖത്തഉ അംറഹും ബൈനഹും കുല്ലുൻ ഇലൈനാ റാജിഊൻ. എന്നിട്ട് അള്ളാഹു അവസാനിപ്പിച്ച് ഇങ്ങനെയാണ്, ഒക്കെ നമ്മുടെ അടുത്തേക്ക് വരും, അല്ലേ, എല്ലാം വരും. അമ്പിയാക്കൾ ഉണ്ടാവും, അവരോട് ചോദിക്കൂ, നിങ്ങൾ പറഞ്ഞിരുന്നോ നിങ്ങളാ പൂജിക്കാൻ? ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ റസൂലേ. പറയുന്നുണ്ട്, അള്ളാഹുവിനോട് പറയാം, ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അള്ളാഹുവേ ഞങ്ങളെ പൂജിക്കാൻ. ഞാനുള്ള കാലത്തോളം ഈസാ നബി പറയുന്നുണ്ട്, ഞാൻ അവരോട്, നിനക്ക് ഉണ്ടല്ലോ, നീ അവിടെ മാർഗ്ഗദർശി, ഞാൻ പോകുന്നതിന് ശേഷം ഇവരെന്താ കാണിച്ചത് എനിക്കറിയില്ല, ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല എന്നെ ആരാധിക്കാൻ. ലോകത്തെ കോടാനുകോടി മനുഷ്യർ ആരാധിക്കുന്ന വ്യക്തിയാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. അവരെ കൂടി വിളിച്ചുകൂട്ടി ചോദിക്കൂ, ഈ പറഞ്ഞോ ഈസാ അങ്ങനെ അവരോട് പൂജിക്കാൻ? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ റബ്ബേ, ഞാനുള്ള സമയത്ത് നിനക്കറിയാലോ, ഞാൻ പോകുന്നതിന് ശേഷം പിന്നെ അവരെന്താ കാട്ടിക്കൂടി നിനക്കറിയാമല്ലോ എന്ന് പറയും. നീ കുൻത അൻത റഖീബ് എന്ന് പറയുന്നുണ്ട്. എത്ര ആളുകൾ അവിടെ മറുപടി പറയേണ്ടി വരുന്നുള്ള സൂചനയാണ് കുല്ലുൻ ഇലൈനാ റാജിഊൻ. എന്നിട്ട് പറയുന്നു, വേറൊരു കാര്യം കൂടി പറഞ്ഞു, ഫമൻ യഅമൽ മിനസ്സാലിഹാതി
വഹുവ മുഅ്മിനു ഫലാ കുഫ്രാന ലിസഈഹി വഇന്നാ ലഹു കാതിബൂൻ. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്താ പറഞ്ഞെന്നറിയോ? ഫമൻ യഅമൽ മിനസ്സാലിഹാത്ത്, അർത്ഥം എല്ലാവർക്കും അറിയാം. സൽക്കർമ്മങ്ങൾ ആര് പ്രവർത്തിച്ചാലും, ആരാണോ പ്രവർത്തിക്കുന്നത് അവർ, ഫമൻ യഅമൽ മിനസ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ വല്ലവനും പ്രവർത്തിച്ചാൽ, വഹുവ മുഅ്മിൻ, മുഅ്മിനായിക്കൊണ്ട്, സൽക്കർമ്മം പ്രവർത്തിച്ചാൽ നിർത്തല്ല, വഹുവ മുഅ്മിൻ, മുഅ്മിനായിക്കൊണ്ട്, സത്യവിശ്വാസിയായിക്കൊണ്ട് സൽപ്രവർത്തികൾ ആരെങ്കിലും പ്രവർത്തിച്ചാൽ, ഫലാ കുഫ്രാന ലിസഈഹി, ഫലാ കുഫ്രാന ലിസഈഹി. കഫറ എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു എന്നർത്ഥമുണ്ട്, മറച്ചു വെച്ചു എന്നർത്ഥമുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാഫിർ എന്ന് പറയുമ്പോൾ കർഷകനെ സംബന്ധിച്ച് പറയാറുണ്ട്, മണ്ണിൽ വിത്ത് മൂടി വെക്കുന്നതുകൊണ്ടാണ് കർഷകൻ കാഫിർ എന്നറിയപ്പെടാറ്. അത് നിഷേധിയായിട്ടല്ല, മറച്ചു വെക്കുക. കുഫ്രാൻ, കഫറ എന്നുള്ള മറ്റൊരു അർത്ഥമാണ് നന്ദി കേട് കാണിക്കുക എന്നുള്ളത്. ശക്കറ, ശുക്റിൻ്റെ ഓപ്പോസിറ്റാണ് കുഫ്ർ എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറഞ്ഞു നോക്ക്, ഫല കുഫ്രാന ലിസഈഹി, ഫല കുഫ്രാൻ, അത് മറച്ചു വെക്കുകയില്ല, അതിനോട് നന്ദി കേട് കാണിക്കുകയില്ല. ഏതിനോട്? ലിസഈഹി, ഈ പ്രവൃത്തി ചെയ്ത ആളുണ്ടല്ലോ അവരോട്. ഒന്നുകൂടി നോക്ക്, ഫമൻ യഅമൽ മിനസ്സാലിഹാത്ത്, വല്ലവനും സൽക്കർമ്മങ്ങൾ ചെയ്താൽ, ഫഹുവ മുഅ്മിനുൻ, വഹുവ മുഅ്മിനുൻ, സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്താൽ, ഫലാ കുഫ്രാന ലിസഈഹി. സഈ എന്ന് പറഞ്ഞാൽ അധ്വാനമാണ്, പരിശ്രമമാണ്, പ്രയത്നമാണ്. അവൻ്റെ പ്രയത്നത്തെ മറച്ചു പിടിക്കുകയില്ല, അവൻ്റെ പ്രയത്നത്തെ എന്നോട് നന്ദി കേട് കാണിക്കുകയില്ല. വ ഇന്നാ ലഹു കാതിബൂൻ, നാം അതെല്ലാം കാതിബൂൻ, രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ പറഞ്ഞത്? സൽപ്രവൃത്തി, സത്യവിശ്വാസിയായിക്കൊണ്ട് മുഅ്മിനായിക്കൊണ്ട് സൽപ്രവൃത്തി ചെയ്താൽ അത് അല്പം പോലും മറച്ചു പിടിക്കുകയോ അതിനോട് നന്ദി കേട് കാണിക്കുകയോ ഇല്ല, ഒക്കെ നാം രേഖപ്പെടുത്തുന്നുണ്ട്, അവർക്ക് പ്രതിഫലമുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില ആളുകളൊക്കെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ, നമ്മളൊന്നും മാത്രമല്ല എല്ലാവരും പോവില്ലേ, നല്ല കാര്യം ചെയ്യുന്ന നാട്ടിൽ ഇത്രങ്ങാനും ആൾക്കാർ, നല്ല മഹാന്മാരുണ്ടല്ലോ, അവരൊക്കെ സ്വർഗത്തിലേക്ക് ആക്കാൻ വേണ്ടി മെനക്കെടുന്ന ആൾക്കാരുണ്ട്. എനിക്കും അതിൻ്റെ അധികാരമൊന്നുമില്ല. നമുക്കാർക്കും ആരെങ്കിലുമൊക്കെ ആൾക്കാരെ സ്വർഗത്തിലാക്കാനോ നരകത്തിലാക്കാനോ അധികാരമല്ല. പക്ഷേ അള്ളാഹു എന്താ പറയും നോക്ക്, സ്വർഗം സൃഷ്ടിച്ച നരകം സൃഷ്ടിച്ച പടച്ചറബ് പറയുന്നത് ആർക്കാണിത് നൽകുകയാണ് പറയും നോക്ക്. വമൻ യഅമൽ മിനസ്സാലിഹാത്തി, ആരാണോ സ്വാലിഹാത്ത് പ്രവർത്തിക്കുന്നത്, എങ്ങനെ? വഹുവ മുഅ്മിൻ, വിശ്വാസിയായിക്കൊണ്ട്. എന്താ പറഞ്ഞത്? സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും അമലു സ്വാലിഹാത്ത് പറയുമ്പോൾ ഉടനെ തന്നെ ആമനു പറയും. വിശ്വാസം കൂടെ സൽപ്രവൃത്തി. സൽപ്രവർത്തനം ഇല്ലാത്ത എന്ത് വിശ്വാസിയാ? മുഅ്മിനാണോ അമലു സ്വാലിഹാത്ത് ചെയ്യണം. അമലു സ്വാലിഹാത്ത് നിസ്കാരം, നോമ്പ് മാത്രമല്ല, ധാരാളം നല്ല കാര്യമായിട്ട് അറിയപ്പെടുന്നതെല്ലാം. അതുപോലെ നല്ല കാര്യം മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ആർക്ക് വിശ്വാസമല്ല. 2 ടൈപ്പ് ആൾക്കാരെയും കാണാൻ പറ്റും. അള്ളാഹു പറയുന്നു, വിശ്വാസത്തോടുകൂടെ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം ചെയ്യുന്നവൻ്റെ പ്രയത്നം നാം പാഴാക്കുകയില്ല, എല്ലാം നാം രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാതെ ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരുടെ എന്തായി പോവുക? ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസം ഉള്ള ഒരു മനുഷ്യൻ എന്താ വിശ്വസിക്കുന്നത്? മുഅ്മിൻ എന്ന് പറഞ്ഞാൽ എന്താ അയാൾ വിശ്വസിക്കുന്നത്? ഒന്ന്, ഒരു കർമ്മം ചെയ്യാമെന്ന് വിചാരിക്കാം. ഇവിടെ പാവപ്പെട്ട ഒരു മനുഷ്യന് വേണ്ടിയിട്ട് 1,00,000 രൂപ അയാൾ സംഭാവന നൽകുകയാണ്. അയാളുടെ ചികിത്സാർത്ഥം അല്ലെങ്കിൽ വീട് നിർമ്മാണത്തിന് വേണ്ടി 1,00,000 രൂപ സംഭാവന നൽകി. സംഭാവന നൽകുമ്പോൾ സത്യവിശ്വാസിയായി മനുഷ്യൻ ആഗ്രഹിക്കുന്നത്, പടച്ച റബ്ബേ, നീ എനിക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് ഞാൻ നൽകുകയാണ്, ഇത് നിന്നോടുള്ള ബാധ്യത ഞാൻ വീട്ടുകയാണ്, നീ ഇത് സ്വീകരിക്കണം. നാളെ നിൻ്റെ മുമ്പിൽ ഹാജരാകും. എന്തൊക്കെ വിശ്വാസം നോക്ക്, നീ ഇത് സ്വീകരിക്കണം. നാളെ നിൻ്റെ മുമ്പിൽ ഞാൻ ഹാജരാക്കപ്പെടുമ്പോൾ മഹ്ശറിൽ വിചാരണക്കെടുക്കുന്നവർ, ഇത് വലിയൊരു മുതൽക്കൂട്ടായിട്ട് എനിക്ക് അവിടെ നീക്കി വെക്കണം. വല്ലാത്ത ഇത് വിശ്വാസിക്കുണ്ടാവുക. വേറൊരു മനുഷ്യനും 1,00,000 അല്ല, ചിലപ്പോൾ 2,00,000 കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ അയാൾക്ക് ആകെയുള്ള പ്രതീക്ഷ എന്താ വെച്ചാൽ, ഇയാൾ രക്ഷപ്പെടട്ടെ. ഈ മനുഷ്യൻ, ഒരു സാധു മനുഷ്യൻ, എത്ര കാലമായി ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നു, ഇയാൾ രക്ഷപ്പെടട്ടെ. ഒരിക്കലും അയാൾ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചിട്ടില്ല. പരലോകത്ത് മോക്ഷം ലഭിക്കണം, അവിടെ ഉന്നതമായ പ്രതിഫലം ലഭിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ആഗ്രഹിക്കാത്തവന് കൊടുക്കൂലത്. ഇത്രയേ ഉള്ളൂ. ആഗ്രഹിച്ചവന് കൊടുക്കും എന്ന് അള്ളാഹു പറയുന്നത്. ആഗ്രഹിച്ചവന്
കൊടുക്കാതിരിക്കുകയില്ല, അത് നാം മറച്ചു വെക്കുകയില്ല, മൂടി വെക്കുകയില്ല, അവനോട് നന്ദി കേട് കാണിക്കില്ല, ഒക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ആഗ്രഹിക്കാത്തവൻ എന്തിനു കൊടുക്കുക? ഓൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. വിചാരിക്കാത്തവനെ വിളിച്ചിട്ട് പ്രതിഫലം കൊടുക്കുന്ന പരിപാടിയില്ല. അതുകൊണ്ട് മുഅ്മിനായിട്ടാണ് അമലു സ്വാലിഹാത്ത് ചെയ്യുമ്പോഴാണ് സ്വീകരിക്കപ്പെടുക. എവിടെ? അല്ലാഹുവിൽ. അല്ലാത്തവൻ ഇവിടെ ഉണ്ട്. ഇവിടെ എന്താണോ വിചാരിച്ചത് കിട്ടും. ഇവിടെ ഒരു പക്ഷേ ഞാൻ അടുത്ത ഇലക്ഷനിൽ മത്സരിക്കാൻ പോവുകയാണ്, അപ്പോൾ എനിക്ക് സീറ്റ് ലഭിക്കണം എന്ന് വിചാരിച്ചാൽ കിട്ടും. സീറ്റൊക്കെ കിട്ടും. ഇവിടെ പത്രത്തിൽ അച്ചടിച്ച് വരണം എൻ്റെ ചിത്രം, കിട്ടും, ചിത്രം വരും. സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ട് മാറണം. ഇയാൾ 2 ലക്ഷം രൂപ സംഭാവന നൽകിയവനാണ്, ഇയാൾ കോടിക്കണക്കിനുണ്ടാക്കിയ ആളുകളൊക്കെ അറിയണം, എനിക്ക് ഭയങ്കര പ്രചാരം, കിട്ടും. പടച്ചോൻ്റെ അടുത്തുണ്ടാവില്ല. അങ്ങനെ കോടികളൊക്കെ പിരിച്ചു നൽകുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു പറയുന്നത് ഫമൻ യഅമൽ മിനസ്സാലിഹാതി വഹുവ മുഅ്മിനുൻ ഫലാ കുഫ്റാന ലിസഅയിഹി വഇന്നാ ലഹു കാതിബൂൻ. സൽപ്രവൃത്തി സത്യവിശ്വാസിയായിക്കൊണ്ട് ചെയ്താൽ അത് നാം ഒരിക്കലും മൂടി വെക്കുകയില്ല, നന്ദി കേട് കാണിക്കുകയില്ല. അത് കൃത്യമായിട്ട് നാം രേഖപ്പെടുത്തുന്നു, ഒന്നും വിട്ട് കളയില്ല. പടച്ചോനൊക്കെ എഴുതി വെക്കുന്നുണ്ട്. നിങ്ങൾ 5 പൈസ കൊടുത്താൽ അതൊക്കെ അവിടെ ഉണ്ട്. വഇന്നാ ലഹു കാതിബൂൻ എന്ന് പറയാണ് 95-ാമത്തെ ആയത്തിൽ വഹറാമുൻ അലാ ഖറിയത്തിൻ അഹ്ലക്നാഹാ അന്നഹും ലാ യർജിഊൻ. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക ഈ ഭാഗം. എന്താണെന്ന് വെച്ചാൽ വഹറാമുൻ അലാ ഖറിയത്തിൻ. ഹറാം എന്ന് പറഞ്ഞാൽ നിഷിദ്ധമാണ്. എന്ത്? അലാ ഖറിയ, ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം നടക്കൂല, നിഷിദ്ധമാണ്. എന്ത്? എങ്ങനെയുള്ള നാടാ? അഹ്ലക്നാഹ, നാം നശിപ്പിച്ച ഒരു നാട്, അതിൻ്റെ മേൽ നിഷിദ്ധമാണ്. അന്നഹും ലാ യർജിഊൻ, അവർ മടങ്ങി വരാതിരിക്കുക എന്നത് നിഷിദ്ധമാണ് എന്നാണ് നേർക്ക് നേരെയുള്ള അതിൻ്റെ അർത്ഥം. അങ്ങനെ മടങ്ങി വരാതിരിക്കുക എന്നത് നിഷിദ്ധമാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവർ മടങ്ങി വരും അല്ലേ? 2 നിഷിദ്ധ. മടങ്ങി വരാതിരിക്കുക എന്നത് നിഷിദ്ധമാണെന്ന് പറഞ്ഞാൽ അവർ എന്തായാലും മടങ്ങി വരും. എവിടേക്കാ? ദുനിയാവിലേക്കല്ല, അള്ളാഹുവിൻ്റെ അടുത്തേക്ക്. നോക്കണേ, 2 തരത്തിൽ അതിനർത്ഥം പറയാറുണ്ട് ഈ ആയത്തിന്. ഒന്ന് വഹറാമുൻ അലാ ഖറിയത്തിൻ അഹ്ലക്നാഹ അന്നഹും ലാ യർജിഊൻ. നാം നശിപ്പിച്ച ഒരു നാട് എന്ന് പറഞ്ഞാൽ നാട്ടുകാർ, അവർ മടങ്ങി വരാതിരിക്കില്ല എന്നാണ്. എവിടേക്കാണ്? അള്ളാഹുവിൻ്റെ അടുത്ത്. തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ, കുല്ലുൻ ഇലൈനാ റാജിഊൻ, എല്ലാവരും നമ്മുടെ അടുത്തേക്ക് മടങ്ങുന്നവരാണെന്ന് പറഞ്ഞല്ലോ. അതിനോട് സമാനമായിട്ടാണ് ഇവിടെ പറയുന്നതാണ് ഒരു വ്യാഖ്യാനം. അതാണ് നേർക്ക് നേരെ കിട്ടുന്ന അർത്ഥം. രണ്ടാമതൊരു വ്യാഖ്യാനമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വഹറാമുൻ അലാ ഖറിയത്തിൻ, ഒരു നാടിനും എല്ലാ നാടിൻ്റെ മേലും അഹ്ലക്കിന, നാം നശിപ്പിച്ച നാടിൻ്റെ മേൽ നിഷിദ്ധമാണ്. അന്നഹും ലാ യർജിഊൻ, അവർ മടങ്ങി വരിക എന്നത് നിഷിദ്ധമാണ്. എന്ന് മടങ്ങി വരിക, എങ്ങോട്ട് മടങ്ങി വരിക? ദുനിയാവിലേക്ക് പിന്നെ വരിക എന്നുള്ളത്, അതാണ് നിഷിദ്ധം എന്ന് പറഞ്ഞത്. മനസ്സിലായോ? 2 തലത്തിലർത്ഥം. ഒന്ന്, പടച്ചറബിൻ്റെ അടുത്തേക്ക് മടങ്ങി വരാതിരിക്കുക, നടക്കൂല. എന്നുവെച്ചാൽ ശിക്ഷയൊക്കെ ഇവിടുന്ന് കഴിഞ്ഞ് വിചാരിക്കേണ്ട, അവിടെ വേറെ ഉണ്ട് എന്ന് അതാ പറഞ്ഞത്. ഇവിടുന്ന് കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഗുരുതരമായൊരു ശിക്ഷയിലൂടെ ഒരു നാടിനെ നശിപ്പിക്കപ്പെട്ടു. ആ നശിപ്പിക്കപ്പെട്ട നാട്ടുകാർ അതോടുകൂടി കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട, നമ്മുടെ അടുത്തേക്ക് വരാനുണ്ട് എന്ന് താക്കീത. വേറൊന്ന്, ഈ ദുനിയാവിലേക്ക് പിന്നെ അവരാരും തിരിച്ചു വന്നിട്ടില്ല. അവരുടെ പൂർവ്വ പ്രതാപം എല്ലാം തകർന്നടിഞ്ഞു, പിന്നീട് അവർക്ക് ഉയർത്തെഴുന്നേൽക്കാനായിട്ടില്ല എന്ന് ദുനിയാവിലെ കാര്യമാണ് പറഞ്ഞത്. 2 അർത്ഥവും അതിന് കൊടുക്കാറുണ്ട്. വഹറാമുൻ അലാ ഖറിയത്തിൻ അഹ്ലക്നാഹ അന്നഹും ലാ യർജിഊൻ. പ്രവാചകന്മാരുടെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറഞ്ഞത് അവസാനിപ്പിച്ചതാണ് അത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, എല്ലാ സമുദായം ഒറ്റ സമുദായമാണ്, ഞാനാണ് നിങ്ങളുടെ റബ്ബ്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് മാത്രം വഴിപ്പെടണമെന്ന് അല്ലാഹു പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. ഇങ്ങനെയാണ് നശിപ്പിക്കപ്പെട്ട ഒരു നാട്ടുകാരും പിന്നീട് ഈ ദുനിയാവിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ആ വർത്തമാനം മുന്നിലുള്ള മുശ്രിക്കുകളോടാണ്, മക്ക മുശ്രിക്കുകളോടാണ്, നമ്മോടാണ്, എല്ലാവരോടുമാണ്. അതേപോലെ വേറൊരർത്ഥം, നശിപ്പിക്കപ്പെട്ട നാട്ടുകാരെല്ലാം തിരിച്ചു വരാതിരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലാതിരുന്നിട്ടില്ല എന്ന്. അവിടെ എത്തുമ്പോൾ കൂടുതൽ ഭയാനകമായ ശിക്ഷക്കവർ വിധേയരാകുന്നുള്ള താക്കീതാണ് അവിടെ പറയുന്നത്. അവസാനിപ്പിക്കാൻ 95 വരെയുള്ള ആയത്തുകളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ആയത്തിൽ ഇന്നെടുത്ത ഭാഗത്ത് 3-4 കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഒന്ന്, ദുആയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. എങ്ങനെയോ ഒരു പ്രാർത്ഥന നടത്തലല്ല വേണ്ടത്, നല്ല ആത്മാർത്ഥതയോടുകൂടെ
ഉറച്ച വിശ്വാസം, എന്തായാലും എനിക്ക് റബ്ബ് തരും, എന്തായാലും എല്ലാ ഡോക്ടർമാരും എഴുതി തള്ളി, ഇനിയൊന്നും നടക്കൂലെന്നും വിചാരിക്കരുതേ, എന്തായാലും എനിക്ക് നൽകും. ഒരു കാരണവശാലും ഈ ദുനിയാവിലെ ഒരു ഭൗതിക സാഹചര്യങ്ങൾ വെച്ച് ശാസ്ത്രീയമായ തെളിവുകൾ വെച്ചിട്ട് ഒരിക്കലും സംഭവിക്കില്ല എന്ന് ശാസ്ത്രലോകം, വൈദ്യശാസ്ത്ര രംഗമൊക്കെ എഴുതിത്തള്ളിയ രംഗങ്ങൾ സംഭവിച്ചതായിട്ടാണ് ഖുർആൻ 3 ചരിത്രത്തിൽ നമ്മളോട് പറഞ്ഞു തന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട എങ്ങനെയാ? റഗബൻ വറഹബ, പ്രതീക്ഷയോടുകൂടെ, ഭയത്തോടുകൂടെ പ്രാർത്ഥിക്കുക. എപ്പോഴും ലന ഖാശിഊൻ, പടച്ചറബിനോട് ഖുശൂ ഉള്ളവരായിരിക്കുക. അഹങ്കരിക്കരുത് കിട്ടിയതിൽ. കിട്ടാതിരുന്നാൽ നിരാശരാവരുത്. പ്രതീക്ഷയോടുകൂടെ, നല്ല ആത്മഫലത്തോടുകൂടെ, ദൃഢവിശ്വാസത്തോടുകൂടെ, മനക്കരുത്തോടുകൂടെ നിൽക്കണം എന്നാണ് ഒന്ന്. രണ്ടാമത് പറഞ്ഞത്, ധാരാളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ 16 പ്രവാചകന്മാരുടെ പേര് നമ്മൾ പരാമർശിച്ചു കഴിഞ്ഞു. ചില ആളുകളെ സംബന്ധിച്ച് അല്പം വിശദമായി പറഞ്ഞു. ആ 16 പ്രവാചകന്മാരെ പറഞ്ഞിട്ട് പറയാണ്, ഓരോരുത്തരും ഓരോ മതം, വേറെ വേറെ മതം സൃഷ്ടിക്കാൻ വന്നതല്ല, മറിച്ച് എല്ലാവരും ഇവിടെ പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല, തൗഹീദ്, അവനാണ് നിങ്ങൾ വഴിപ്പെട. എല്ലാ പ്രവാചകന്മാരും പറഞ്ഞു അതിനാണ് ഇസ്ലാം എന്ന് പറയുക. അല്ലാതെ ഓരോ മതത്തെ ഉണ്ടാക്കാൻ ഓരോ നബിമാർ അയച്ചിട്ടില്ല. ശരിക്കും മനസ്സിലാക്കണം. ചില ആളുകളൊക്കെ ക്രൈസ്തവതയുടെ സ്ഥാപകനാര്? യേശു അല്ല, ആൾക്കാരുണ്ടാക്കിയതാ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ക്രിസ്തു മതം സ്ഥാപിച്ചിട്ടില്ല. ജൂദായിസത്തിൻ്റെ സ്ഥാപകനാര്? മൂസ അല്ല, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജൂതമതം സ്ഥാപിക്കാൻ വേണ്ടി വന്നതാണല്ല, അള്ളാഹുവിൻ്റെ ദീൻ ആളുകൾക്ക് എത്തിക്കുകയാണ്. പിന്നെയാണ് ആരാതുണ്ടാക്കിയത്? പിന്നീട് വന്നവർ. എന്തിനാ അവരുണ്ടാക്കിയും കൂടി പറഞ്ഞു. തഖത്തഉ അംറഹും ബൈനഹും ബഗിയൻ, അവർക്കിടയിലുള്ള പലതരത്തിൽപ്പെട്ട സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. മേൽക്കോയ്മ നടിക്കാൻ വേണ്ടി അവർ പറഞ്ഞില്ലേ, നഹ്നു അബ്നാഉല്ലാഹ്, ഞങ്ങളൊക്കെ അള്ളാൻ്റെ സ്വന്തം ആൾക്കാരാണ്, ബാക്കിയുള്ള ആൾക്കാർക്ക് മ്ലേച്ഛന്മാരാണ്. ഇന്ന് നമ്മൾ പരസ്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫലസ്തീൻ്റെ മണ്ണിൽ വമ്പിച്ച റേഷിസം, വംശീയത വമ്പിച്ച അളവിൽ. ഇവിടുത്തെ ബ്രാഹ്മണന്മാരെ ലജ്ജിപ്പിക്കുന്ന വിധത്തിലാണ് തൊട്ടുകൂടായ്മ. ആളുകൾ മുഴുവൻ മനുഷ്യർ അധകൃതരാണ്, ഞങ്ങൾ മാത്രം വരേണ്യവർഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം. അതൊക്കെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരുണ്ടാക്കി വെച്ച മതങ്ങളാണ്. പടച്ചറബ് അങ്ങനെ മനുഷ്യർക്കിടയിൽ വിഭജനം കൽപ്പിച്ചിട്ടില്ല, താല്പര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് അവിടെ പറഞ്ഞു നിർത്തിയത് ഇത് ഈ ഒരു പ്രാർത്ഥന, അതുപോലെ തന്നെ എല്ലാം ഒന്നാണ് എന്നുള്ളതും, അതുപോലെ തന്നെ പിന്നെ അവസാനത്തെ ഹറാമുൻ അല ഖറിയത്തിൻ അഹ്ലക്നാഹ അന്നഹും ലാ യർജൂൻ, ഒരു നാടും, നശിപ്പിക്കപ്പെട്ട ഒരു നാടും പിന്നീട് ഈ ദുനിയാവിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. അവർ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് തിരിച്ച് പോയിട്ടുണ്ട്. അവിടെ ഇതിനേക്കാൾ ഗുരുതരമായ ശിക്ഷ നേരിടേണ്ടി വരുമെന്നുള്ള താക്കീത് കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും അങ്ങനെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും നമ്മയൊക്കെ തുണക്കുമാറാവട്ടെ. ഞങ്ങളുടെ വീഴ്ചകൾ, പോരായ്മകൾ, തെറ്റുകൾ, കുറ്റങ്ങളെല്ലാം നിൻ്റെ കാരുണ്യം കൊണ്ട് പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. ഈ നബിമാരുടെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. 16 പ്രവാചകന്മാരെയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്, ഹാറൂൻ, ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ്, ലൂത്ത്, നൂഹ്, ദാവൂദ്, സുലൈമാൻ, അയ്യൂബ്, ഇസ്മായിൽ, ഇദ്രീസ്, ദുൽകിഫൽ, യൂനുസ്, സക്കരിയ, യഹ്യ അലൈഹിമുസ്സലാം. ഇവരെല്ലാമാണ് പരാമർശിക്കപ്പെട്ട പ്രവാചകന്മാർ. ഇത് വ്യത്യസ്ത ആയത്തുകളിലായിട്ടാണ്. പക്ഷേ സൂറ അൽ അൻആമിൽ 18 പ്രവാചകന്മാർ തൊട്ടടുത്തടുത്തായിട്ട് പറഞ്ഞായിട്ട് സൂറത്തുൽ അൻആമിൽ കാണാൻ കഴിയും. ജസ്റ്റ് പേരുകൾ മാത്രം. മൊത്തത്തിൽ ഖുർആനിൽ പരാമർശിച്ചത് 25 പ്രവാചകന്മാരെയാണ്. ഈ 18 അല്ലാതെ 7 ആളുകളെ വേറെ വേറെ സ്ഥലങ്ങളിലാണ് പരാമർശിച്ചിരിക്കുന്നത്. അങ്ങനെ 25 പ്രവാചകന്മാരെയാണ് പരാമർശിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അവൻ്റെ വാക്യങ്ങൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും പടച്ചറബിൻ്റെ കൽപ്പനകൾക്കനുസൃതമായി അവന് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ജീവിതം നയിക്കുവാനും നമ്മെല്ലാവരും തുണക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, നിൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ മുഅ്മിനുകളുടെ, മുത്തഖികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. ഞങ്ങളുടെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും നീ പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. റഹ്മാൻ റബ്ബേ, നിൻ്റെ തൃപ്തി ലഭിച്ച് സ്വർഗത്തിൽ സമ്മേളിക്കുന്ന ആ മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്
ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് കൺകുളിർമ പ്രദാനം ചെയ്യണമേ നാഥ. സ്വാലിഹികളായ സന്താനങ്ങളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ അള്ളാഹുവെ, ഞങ്ങളോട് കരുണ കാണിക്കുന്ന സത്യസന്ധരായ നീതിമാന്മാരായ നല്ല ഭരണാധികാരികളെ, നേതാക്കളെ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നാഥ. അതിക്രമകാരികളായ അഴിമതിയുടെയും അനീതിയുടെയും ഒക്കെ വക്താക്കളായ മുഴുവൻ മർദ്ദക ഭരണകൂടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ എല്ലാ നാടുകളെയും നീ മോചിപ്പിക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, പല ജാതി രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട്. പലരും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആശുപത്രിയിൽ കഴിയുന്നവരും വീടുകളിൽ കഴിയുന്നവരൊക്കെയുണ്ട്. റഹ്മാൻ റബ്ബേ, രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങളുടെ മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും ആശ്വാസം നൽകണമേ നാഥ. അവരെ ബാധിച്ചിരിക്കുന്ന രോഗം പൂർണ്ണമായും ശിഫയാക്കി കൊടുക്കണമേ നാഥ. ആരോഗ്യവും ആയുസ്സും ഈമാനും അവർക്ക് നീ വർദ്ധിപ്പിക്കണമേ അല്ലാ. പടച്ചറബേ, മാരകമായ അസുഖങ്ങളിൽ നിന്ന് ഞങ്ങളൊക്കെ നീ കാത്ത് രക്ഷിക്കണമേ നാഥ. നീ നൽകിയ ധാരാളം നിഅമത്തുകൾ ഞാൻ അനുഭവിക്കുന്നുണ്ട് റഹ്മാൻ റബ്ബേ. അതിനൊക്കെ ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ നാഥ. ഹലാലായ രൂപത്തിൽ സമ്പാദിക്കുവാനും ഹലാലായ വഴിയിൽ അത് ചെലവഴിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. ഹറാമുകളിൽ നിന്നും ഞങ്ങൾ നീ കാത്ത് രക്ഷിക്കണമേ നാഥ. പടച്ചറബേ, നീ നിൻ്റെ സന്നിധിയിൽ ഹാജരാക്കുന്ന വേളയിൽ സന്തോഷത്തോടുകൂടെ നിന്നെ കണ്ടുമുട്ടുവാൻ പടച്ചറബേ, പരിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷി പറയുവാനും നീ ഞങ്ങൾ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ നാഥ. പടച്ചറബേ, കടുത്ത അപജയങ്ങളിൽ നിന്ന്, കടുത്ത നാശങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെ നീ കാത്ത് രക്ഷിക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, കടുത്ത പരീക്ഷണങ്ങളിൽ ഞങ്ങൾ നീ കാത്ത് രക്ഷിക്കണമേ നാഥ. ലോസ് ആഞ്ചലസിൽ നടക്കുന്ന അഗ്നിബാധ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് റഹ്മാൻ റബ്ബേ. വലിയ ദൃഷ്ടാന്തങ്ങളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് സന്ദർഭത്തിലും എവിടെയും ഒരു മനുഷ്യനും സുരക്ഷിതനല്ല, നമ്മളാരും സുരക്ഷിതരല്ല എന്നുള്ള ദൃഷ്ടാന്തം ഞങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പടച്ചറബേ, ആ മഹാവിപത്തുകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മുഴുവൻ സഹോദരങ്ങളെയും എല്ലാ നാടുകളെയും നീ കാത്ത് രക്ഷിക്കണമേ നാഥ. നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് യഥാർത്ഥ മുഅ്മിനുകളായി ജീവിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. ഫലസ്തീനിൻ്റെ മണ്ണിൽ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന, ജനിച്ച മണ്ണിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന, ആ മണ്ണിൽ നിർഭയരായി ജീവിക്കുവാൻ, വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്തസ്സോടുകൂടെ ജീവിക്കുവാൻ വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നീ വിജയിപ്പിക്കണമേ നാഥ. അള്ളാഹുവെ, കാരുണ്യവാനായ റബ്ബേ, മസ്ജിദുൽ അഖ്സയുടെ സംരക്ഷണത്തിന് വേണ്ടി പൊരുതുന്ന ഞങ്ങളുടെ സംഘത്തെ നീ വിജയിപ്പിക്കണമേ നാഥ. അവരെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്, അവരെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളെയും നീ പാഴാക്കി കളയണമേ നാഥ. റബ്ബന ലലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനഗ്ഫിർ ലനാ ദുനൂബന വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم طهر قلوبنا من النفاق وأعمالنا من الرياء وألسنتنا من الكذب وأعيننا من الخيانة فإنك تعلم خائنة الأعين وما تخفي الصدور. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اجعل القرآن ربيع قلوبنا ونور أبصارنا وجلاء أحزاننا وذهاب همومنا يا رب العالمين. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.